സുരേഷ് ഗോപി വന്നപ്പോൾ അത് 2,93,000 വോട്ടായി വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 1,91,000 വോട്ടിന്റെ ഒരു അഭൂതപൂർവമായ വർധനവ് കേരളത്തിലുണ്ടായ ഒരേ ഒരു മണ്ഡലമാണ്. ഈ 10,42,000 വോട്ടിൽ നിന്ന് 2,92,000 കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പിച്ച് നമുക്ക് പറയാം 7.5 ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോ സുരേഷ് ഗോപിയുടെ 3 ഇരട്ടിയോളം വോട്ടുകൾ അദ്ദേഹത്തിന് എതിരായി വീഴാൻ അവിടെ ഉണ്ട്, തൃശ്ശൂരിലുണ്ട്. അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് 7 ലക്ഷത്തി സംതിങ് വോട്ട് ശരിക്കും സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 7 ലക്ഷത്തിലധികം വോട്ടുകൾ, 7.5 ലക്ഷത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് അവിടെ വീണിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടുകളെ കുറിച്ച് മാത്രമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇത്തവണ അത് 10,81,000 വർദ്ധിച്ചിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് കിട്ടാൻ പ്രതീക്ഷിക്കുന്ന വോട്ട് ഇനിയും 1 ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയാലേ, കഴിഞ്ഞത് നിലനിർത്തി കൂടി 1 ലക്ഷം കിട്ടിയാലേ ജയിക്കും. ഈ സുരേഷ് ഗോപി എന്നെ തൃശ്ശൂരിൽ നേരിട്ട് മത്സരിച്ചപ്പോ അദ്ദേഹം 3-ാം സ്ഥാനത്താണ്. പിന്നെ അവിടെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ BJPയുടെ സാന്നിധ്യം വളരെ ശുഷ്കമാണ്, ജില്ലാ പഞ്ചായത്തുകളിൽ ഇല്ല. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിൽ ചെറിയൊരു സാന്നിധ്യം, മുനിസിപ്പാലിറ്റികൾ ഏതെങ്കിലും അവർ ഭരിക്കുന്നില്ല, പഞ്ചായത്തുകളിൽ ഒരിടത്തും ഭരണമില്ല. ഏതോ ആവണിശ്ശേരി പഞ്ചായത്തോ മറ്റൊരു പ്രസിഡന്റ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വത്തിനോട് ചേരാതെ ഒരു പ്രത്യേക ബന്ധം സൂക്ഷിക്കുന്ന ആൾ എന്നുള്ള ഒരു വിപരീത, അദ്ദേഹം സ്വതന്ത്ര ഇനത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി അല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിഹ്നം താമരയാണ്. അപ്പൊ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിവാദപരമായ എല്ലാ പ്രസ്താവനകളും ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തത് തൃശ്ശൂർ മണ്ഡലമാണ്. അതുപോലെ തന്നെ വടകര മണ്ഡലം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് ശരിക്കും തൃശ്ശൂർ മണ്ഡലം തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വിജയം പരാജയം ഇതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ശരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചരണം വല്ലാത്ത രീതിയിൽ കടുപ്പിച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് എത്രത്തോളം തൃശ്ശൂരിൽ വിജയ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സർ നമസ്കാരം. എത്രത്തോളം സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഉണ്ട് എന്നാണ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ 2019 മത്സരിക്കാൻ വരുന്ന സമയത്ത് തൃശ്ശൂരില് അതിന്റെ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയിരുന്നത് 1,02,000 വോട്ടായി. സുരേഷ് ഗോപി വന്നപ്പോൾ അത് 2,93,000 വോട്ടായി വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 1,91,000 വോട്ടിന്റെ ഒരു അഭൂതപൂർവമായ വർധനവ് കേരളത്തിലുണ്ടായ ഒരേ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ഇപ്പം പത്തനംതിട്ട ആ വർധന ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ഏതാണ്ട് 1.58 ആ റേഞ്ചിലൊക്കെയാണ് ഉണ്ടായത്, വർധന ഉണ്ടായത്. ആ ഒരു സാഹചര്യം വെച്ചിട്ടാണ് ആളുകൾ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു ആദ്യത്തതിൽ നിന്ന് 1,92,000 വർദ്ധിപ്പിച്ച ആളാണ്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 1,92,000 കൂടി വർദ്ധിപ്പിച്ചു എന്ന് വിചാരിക്കുക, 2 ലക്ഷം വർദ്ധിപ്പിക്കും. അങ്ങനെയാകുമ്പോൾ വലിയൊരു വോട്ടായി മാറും, അത് ജയിക്കും, അങ്ങനെ ജയിക്കും എന്നാണ് ഉള്ള കണക്കുകളാണ് വരുന്നത്. ശരി, പക്ഷെ രാഷ്ട്രീയമായി നമ്മൾ അതിനെ നോക്കിക്കാണുമ്പോൾ ആ 2,93,000 വോട്ട് സുരേഷ് ഗോപി പിടിക്കുമ്പോൾ 10,42,000 വോട്ടുകൾ തൃശ്ശൂർ പോൾഡ് വോട്ടുണ്ടായിരുന്നു. ഈ 10,42,000 വോട്ടിൽ നിന്ന് 2,92,000 കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പിച്ച് നമുക്ക് പറയാം 7.5 ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് അവിടെ കിടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ. ശരി, ഈ 7.5 ലക്ഷം വോട്ടുകൾ യഥാർത്ഥത്തിൽ ഈ വിജയത്തിനെതിരായി കേന്ദ്രീകരിച്ച് വീഴും. അത് എങ്ങനെ വീഴും എന്നുള്ളതാണ് തൃശ്ശൂരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ സുരേഷ് ഗോപിയുടെ 3 ഇരട്ടിയോളം വോട്ടുകൾ അദ്ദേഹത്തിന് എതിരായി വീഴാൻ അവിടെ ഉണ്ട്, തൃശ്ശൂരിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കും എന്ന് ഒറ്റയടിക്ക് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് 7 ലക്ഷത്തി സംതിങ് വോട്ട് ശരിക്കും സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പിൽ തന്നെ 7 ലക്ഷത്തിലധികം വോട്ടുകൾ, 7.5 ലക്ഷത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഇവിടെ വീണിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടുകളെ കുറിച്ച് മാത്രമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ.
7.5 ലക്ഷം വോട്ടുകളോളം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് എതിരായി വീണാലല്ലേ 10,42,000 വോട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എത്തിപ്പെടാൻ പറ്റും. ഇത്തവണ അത് 10,81,000 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് കിട്ടാൻ പ്രതീക്ഷിക്കുന്ന വോട്ട് ഇനിയും 1 ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയാലേ, കഴിഞ്ഞത് നിലനിർത്തി കൂടി 1 ലക്ഷം കൂടി കിട്ടിയാലേ ജയിക്കും. ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, അതായത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് എത്രത്തോളം സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ അല്പം കൂടി കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അതൊരു വലിയ ഒരു കേന്ദ്രീകരിച്ച വോട്ടായി മാറാനുള്ള സാധ്യത കുറവാണ്. എന്തുകൊണ്ട് അതിന്റെ കുറവ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? അതിന്റെ ഘടകങ്ങൾ കുറയാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഒന്ന്, ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് ഈ മണിപ്പൂർ സംഭവമായാലും മറ്റു പലയിടങ്ങളിൽ സഭാവിശ്വാസികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്നൊക്കെ പറയുന്നതും ഒക്കെ തന്നെ രാഷ്ട്രീയമായി അവർക്ക് BJPയോട് വിയോജിപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പരമ്പരാഗതമായി തുടരുന്ന ഒരു വിയോജിപ്പാണ്. അതിപ്പോഴും ഉണ്ട്. അതിന്റെ എന്ത് കുറഞ്ഞിട്ടില്ല, തീവ്രത കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ സുരേഷ് ഗോപിക്ക് അത് നേടിയെടുക്കണമെങ്കിൽ BJPയിൽ നിന്ന് വേറിട്ട് നിന്ന ഒരു പ്രതിച്ഛായ വളരെ കൂടുതൽ അദ്ദേഹത്തിനുണ്ടോ? എന്താണുള്ളത്? ഒരു ചലച്ചിത്ര താരം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതിച്ഛായ ഉണ്ട്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളിനുള്ള ഒരു പ്രതിച്ഛായ ഉണ്ട്. ഇത് രണ്ടും പോരല്ലോ ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടാകുന്ന ഒരു പ്രതിച്ഛായ. ആ അർത്ഥത്തിലേക്ക് ഞാൻ തൃശ്ശൂർ ശരിക്കും ഒരുപാട് വർക്ക് ചെയ്തതാണ്. ശരിക്കും എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി ജയിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ശരിക്കും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും? എത്രത്തോളം അല്ല, അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോ തൃശ്ശൂരിന്റെ ഒരു BJPയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. രാഷ്ട്രീയ അവസ്ഥ. ഒന്ന്, BJPക്ക് അവിടെ ഒറ്റ MLA-മാരില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് MLA-മാരില്ല. ഇനി 2ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലം പോലും ഇല്ല. ഈ സുരേഷ് ഗോപി എന്നെ തൃശ്ശൂരിൽ നേരിട്ട് മത്സരിച്ചപ്പോ അദ്ദേഹം 3ാം സ്ഥാനത്താണ്. പിന്നെ അവിടെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ BJPയുടെ സാന്നിധ്യം വളരെ ശുഷ്കമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇല്ല. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിൽ ചെറിയൊരു സാന്നിധ്യം. മുനിസിപ്പാലിറ്റികൾ ഏതെങ്കിലും അവർ ഭരിക്കുന്നില്ല. പഞ്ചായത്തുകളിൽ ഒരിടത്തും ഭരണമില്ല. ഏതോ അവണിശ്ശേരി പഞ്ചായത്തോ മറ്റൊരു പ്രസിഡന്റ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള മെമ്പർമാരുണ്ടായിട്ടുള്ള പഞ്ചായത്തല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയധികം പ്രാദേശികമായ സാധ്യതകൾ ഇല്ലാത്തൊരിടത്ത് അത്ഭുതകരമായി സുരേഷ് ഗോപി ജയിച്ചു കയറും എന്ന് തൽക്കാലം നമുക്ക് ഒരു രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ട്. നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വത്തിനോട് ചേരാതെ ഒരു പ്രത്യേക ബന്ധം സൂക്ഷിക്കുന്ന ആൾ എന്നുള്ള ഒരു വിപരീത സാധ്യതയും അതിൽ കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാദേശികമായ സംഘടനാ സംവിധാനം. മോദി പറഞ്ഞത് ശരിക്കും ഇവിടെ നിന്ന് സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ മോദിയാണ് ഗ്യാരണ്ടി കേന്ദ്രമന്ത്രി എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ തൃശ്ശൂരിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന ഒരു സന്ദേശം പോകുന്നത് പോലെ തന്നെ സുരേഷ് ഗോപി ഇവിടുന്ന് ജയിച്ചു പോയാൽ ബാക്കിയുള്ള BJP നേതാക്കളുടെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അവര് സംഘടനാപരമായി ആലോചിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടി തന്നെയാണ് പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് BJPയിൽ പല ഗ്രൂപ്പുകളും. ഞാന് സുരേഷ് ഗോപി ആ മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായപ്പോ BJPയിലുള്ള ചില നേതാക്കളുടെ പത്രപ്രസ്താവനകളും അവരുടെ പത്രസമ്മേളനങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ സുരേഷ് ഗോപി ഒരു നല്ല നടനാണ്, പക്ഷെ അദ്ദേഹം രാഷ്ട്രീയക്കാരനായി വരുന്നേ ഉള്ളൂ എന്നാണ്. അത് മുൻപ് ഒരു ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞ പോലെ, അതായത് സുരേഷ് ഗോപി വിനോദം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വിനോദം പറഞ്ഞത് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, പക്ഷേ ആ പക്ഷേലാണ് എല്ലാ കാര്യം കിടക്കുന്നത്. അതായത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്തോ ആവണോ അതായിട്ടില്ല, അദ്ദേഹം ഒരു നല്ല നടനാണ് എന്നുള്ള. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പഞ്ചായത്തുകൾ ഭരിക്കുന്നില്ല, ഒരു പഞ്ചായത്ത് കണ്ട് ഭരിക്കുന്നു, അതിലപ്പുറത്തേക്ക് MLA-മാരില്ല. കഴിഞ്ഞ തവണ ശരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ തവണ ശബരിമല പ്രശ്നം ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് എടുത്തിട്ടായിരുന്നു. ഇന്നതില്ല. തന്നെയല്ല, കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടാൻ സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നടനായിട്ടാണ് ജനങ്ങൾ കണ്ടത്, ഇന്നൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് കാണുന്നത്. അത് ശരിക്കും എത്രത്തോളം ബാധിക്കും?
തീർച്ചയായും അതായത് ഈ ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് സ്വാധീനിച്ച കാരണം CPM-ലൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ വോട്ടില് വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് കാര്യമായിട്ട്. അത് ഈ തൃശ്ശൂരിനൊക്കെ കുറച്ചുകൂടി ഒരു വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒരിടം തന്നെയാണ് തൃശ്ശൂർ. ഇപ്പൊ പത്തനംതിട്ട വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒരിടമാണ്. അവിടെ അത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണല്ലോ എന്ത് വേണ്ടത്, ഈ വോട്ടുകൾ മാറി പോകേണ്ടത്. ആ വോട്ടുകൾ സമാഹരിക്കാൻ അന്ന് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു. ഒന്ന്. രണ്ടാമത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകനായ ഒരു നടനോട് തോന്നുന്ന ഒരു താല്പര്യവും ഈ വോട്ടിന്റെ വർധനവിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ അതിൽ നിന്ന് വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകവും അത്തരത്തിൽ സജീവമല്ല. ഒരുപാട് വർദ്ധിപ്പിക്കണം. താങ്കളുടെ കാഴ്ചപ്പാടിൽ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതായത് രാഷ്ട്രീയമായി അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ നമ്മൾ പറഞ്ഞതുപോലെ കൂട്ടത്തോടെ ആളുകൾ വോട്ട് മാറ്റി ചെയ്യുന്ന ഒരു അന്തരീക്ഷം തൃശ്ശൂരിലുണ്ട് എന്ന് അങ്ങനെ വിശ്വസിച്ചെടുക്കാൻ പ്രയാസം. ഞാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ശരിക്കും സുരേഷ് ഗോപി ശരിക്കും തൃശ്ശൂരിൽ ജയിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാര്യം ജയിച്ച് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ജയിച്ചു വരും എന്നുള്ള സംഭവത്തിൽ വന്നപ്പോഴാണ് താങ്കൾ പറഞ്ഞ ഈ കേരള നേതൃത്വവും മറ്റുള്ള നേതൃത്വവും ഒക്കെ വല്ലാത്ത രീതിയിലേക്ക് ഒരു കണക്ഷൻസ് ഉണ്ട് എന്ന് വേണം പറയാൻ. കാര്യം ആ ജയിച്ചു വരും എന്നുള്ള സംഭവത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ശരിക്കും വടക്കുന്നാഥന്റെ മണ്ണാണ് പുത്തമ്പള്ളി ഞങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞൊന്ന് കെട്ടിറങ്ങിയ സമയത്താണ് രണ്ടാമത് പാലയൂർ ചർച്ച് അമ്പലമായിരുന്നു, അത് ഞങ്ങൾ വീണ്ടെടുക്കുമെന്ന് പറയുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും ക്രിസ്ത്യൻ കിട്ടുന്ന വോട്ടുകളെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും എന്നെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു BJP താമരയിലാണല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്ര ഇനത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി അല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിഹ്നം താമരയാണ്. അപ്പൊ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിവാദപരമായ എല്ലാ പ്രസ്താവനകളും ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. അത് വൈകാരികമായ വിഷയമായിട്ട് തന്നെ നിൽക്കും. സ്ഥാനാർത്ഥിത്വം ശരിക്കും സുനിൽകുമാറും അതുപോലെ പ്രതാപൻ മാറി മുരളീധരനൊക്കെ വന്നപ്പോൾ ശരിക്കും ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ചെറുത് എന്തായിരിക്കും ശരിക്കും BJPയുടെ കാഴ്ചപ്പാട്? സ്ഥാനാർത്ഥികൾ മാറിയപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെയാണ് സുരേഷ് ഗോപി പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. ശരിക്കും ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കൂടെ ആദ്യമായിട്ടായിരിക്കും തൃശ്ശൂർ സ്ഥാനാർത്ഥിത്വം സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലം ഉണ്ടാവാം. കാര്യം അതിനുശേഷം അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കി, അറിയാലോ താങ്കൾക്ക്. അപ്പോൾ അതൊന്നും നടക്കാത്ത രീതിയിലേക്ക് ഞാൻ തന്നെ ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ലെവലിലേക്ക് വരുന്നു. അതിനപ്പുറത്തേക്ക് പ്രതാപൻ മാറി മുരളീധരൻ വരുന്നു. അതിനുശേഷമാണ് സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഇടയിൽ ശരിക്കും രണ്ടാമതാവോ മൂന്നാമതാവോ എന്നൊരു ചെറിയ ചോദ്യം കൂടെ. അല്ല, അതില് ഈ കഴിഞ്ഞ തവണത്തെ വോട്ട് പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞ 2,93,000, 10,81,000 ഇത്തവണ. അപ്പൊ ഏതാണ്ട് 3 ലക്ഷവും 10 ലക്ഷത്തി 7,88,000 വോട്ടുകൾ കഴിഞ്ഞ കണക്കിൽ ആർക്കെതിരാണ്? സുരേഷ് ഗോപിക്കെതിരാണ്. ഇത്തവണ അദ്ദേഹം ജയിക്കണമെങ്കിൽ അദ്ദേഹം എന്തായാലും ഒരു 4 ലക്ഷത്തിന്റെ മുകളിൽ വോട്ട് പിടിക്കണം. നടക്കൂ. 4 ലക്ഷത്തിന്റെ അടുത്തേക്ക് വോട്ട് പിടിക്കണമെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്ന വോട്ടുകളും നേരത്തെ നമ്മൾ പറഞ്ഞില്ല വളരെ നിഷ്പക്ഷമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളും അതേ അളവിൽ ഇത്തവണ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലെന്ത് ചെയ്യും? ബാക്കിലേക്ക് പോകും. അതിൽ നിന്ന് കുറച്ച് കുറയും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി അവിടെ വന്ന് അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രി ആക്കും ജയിച്ചാൽ എന്ന് പറയുന്നത് അദ്ദേഹം MP ആയ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, ഒരു മണ്ഡലത്തിനെ തന്നെ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ സജീവമായ ഇടപെടൽ, ഇതൊക്കെ അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ എന്ത് ചെയ്യും? അപ്പൊ കുറച്ച് വോട്ട് കഴിഞ്ഞ തവണത്തേത് മാറിപ്പോവുകയും കുറച്ച് വോട്ട് പുതിയതായിട്ട് വരികയും ചെയ്യുന്നതുകൊണ്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണയുള്ള 2,93,000 കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജയിക്കാൻ സാധ്യതയില്ല. അത് ജയിക്കാൻ ആവശ്യമായ ഒരു വോട്ടായി മാറാൻ പ്രയാസമാണ്. തീർച്ചയായും തൃശ്ശൂർ എന്നുള്ള സ്ഥലത്ത് ശരിക്കും സുരേഷ് ഗോപിയുടെ വിജയം
ആഘോഷിക്കുക എന്നുള്ള രീതിയിലേക്കാണ് BJP പ്രവർത്തകർ. ശരിക്കും 2 സീറ്റ് കിട്ടും, 4 സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 34 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ആ പാവം ശ്രീധരൻ സാറെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കെട്ടിച്ച രീതിയിലേക്കൊക്കെയാണ് ഇവിടെ സംഭവം നടന്നത്. തീർച്ചയായും തൃശ്ശൂർ ശരിക്കും ഉറ്റുനോക്കുന്ന മണ്ഡലം തന്നെയാണ്. സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ തന്നെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ചില രീതിയിലേക്കുള്ള വോട്ടിംഗ് രീതികളൊക്കെയാണ്, വോട്ടിങ്ങിന്റെ ഭാഗങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.